ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിയ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതികാഘാതം പരിഗണിച്ചാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം കൊല്ലം ശക്തികുളങ്ങരയിൽ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തമുണ്ടായി. കേരള തീരത്തുണ്ടായ കപ്പൽ അപകടത്തിലെ പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത്. ഇതോടെ കടലിൽ രാസവസ്തുക്കൾ പടരുന്നതടക്കം തടയുന്നതിന് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് പുതിയ നടപടികൾ എടുക്കാനാകും. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായത്. അതേസമയം കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ കൊല്ലം ശക്തികുളങ്ങരയിൽ തീപിടുത്തമുണ്ടായി. വലിയ കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റുന്നതിനിടെ കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടെ തീയും പുകയും ഉയരുകയായിരുന്നു. കടലിൽ നിന്ന് ശക്തമായ കാറ്റടിച്ചതോടെ തീ വ്യാപിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന ഫയർഫോഴ്സ് സംഘം തീ നിയന്ത്രണ വിധേയമാക്കി. പുറംകടലിൽ മുങ്ങിയ ചരക്കുകപ്പലിലെ 10 കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങരയിൽ അടിഞ്ഞത്. കണ്ടെയ്നറുകൾ കരയിൽ നിന്ന് സുരക്ഷിതമായി നീക്കാൻ 2 ടീമുകളെ വിന്യസിച്ചാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.